കുഞ്ഞിത്താറാവേ കുഞ്ഞിത്താറാവേ ഒന്ന് എഴുന്നേൽക്ക് കുഞ്ഞിത്താറാവേ. എന്താ കൊരങ്ങച്ച ഉച്ചയ്ക്ക് അല്പം ഉറങ്ങാനും സമ്മതിക്കൂലേ? അപ്പൊ കുഞ്ഞിത്താറാവെന്ന് പറഞ്ഞില്ലേ? അമ്പമ്പമ്പോ തുള്ളിക്കളിക്കാതെ കാര്യം പറ കൊരങ്ങച്ച. എന്താ? അറിഞ്ഞോ, നമ്മുടെ കാട്ടിൽ ഒരു വിചിത്ര ജീവി വന്നിരിക്കുന്നു. വിചിത്ര ജീവിയോ? അതെ അതെ, ഒരു ഉഗ്രൻ ഭീകര ജീവി. എന്റെ അമ്മോ, കാലുണ്ടല്ലോ ഉരുണ്ടുരുണ്ട്, നല്ല സ്വയംഭം കാല് 4 എണ്ണം. കൊമ്പാണെങ്കിലോ നല്ല നെടുനീളത്തിലൊരൊറ്റ കൊമ്പ്. പിന്നെ സത്യമായിട്ടും. പിന്നെ ആനച്ചേട്ടനുണ്ടല്ലോ, തലയെടുപ്പിന്റെ കാര്യത്തിൽ ഇവന്റെ മുമ്പിൽ ഒന്നുമല്ല, ഒരു പനമരത്തിന്റെ പൊക്കോ. ഒന്ന് പോ കരങ്ങച്ച, ചുമ്മാ കള്ളം പറയാതെ. ഏയ് കള്ളമൊന്നുമല്ല, കാട്ടുമുത്തിയാണ് സത്യം. പിന്നെ അങ്ങനെ ഒരു ജീവിയെ ഇന്നുവരെ ഈ കാട്ടിൽ ആരും കണ്ടിട്ടില്ലല്ലോ. നേരിട്ട് കണ്ടാൽ വിശ്വാസമാവല്ലോ. ശരി, എവിടെയാ നീ കണ്ടത്? വാ, ഞാൻ കാണിച്ചു തരാം. എങ്ങോട്ടാ രണ്ടാളും ഇത്ര വേഗത്തിൽ? അയ്യോ, അറിഞ്ഞില്ലേ കാട്ടിലൊരു ഭീകരജീവി വന്ന കാര്യം? ഭീകരജീവിയാ? നാട്ടുകാരെ ഓടിക്കോ, കാട്ടിലൊരു ഭീകരൻ ഇറങ്ങി. എന്തിനാ കൊരങ്ങച്ച വെറുതെ ആളെ പേടിപ്പിക്കുന്നേ? അതിന് ഞാൻ പേടിപ്പിച്ചില്ലല്ലോ, കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. ആ, നമുക്ക് പോവാ. ഓക്കേ. നോക്കിക്കേ, ശരിയാണ്, അവിടെ അതാ കാട്ടിലുള്ള ആരും അതുവരെ കാണാത്തൊരു വിചിത്ര ജീവി. ഉരുണ്ട കാലുകൾ, ഒറ്റ കൊമ്പ്, നല്ല തലയെടുപ്പ്. പക്ഷെ ആനയല്ല, നല്ല ഉയരം. പക്ഷെ ജിറാഫുമല്ല, അതിനൊട്ട് അനക്കവുമില്ല. ആരാ? ചോദിക്ക്. ഹലോ ഹലോ, നിങ്ങൾ ആരാ? എന്താ ഈ കാട്ടിൽ? എവിടെ നിന്ന് വരുന്നു? ഹലോ, ചോദിച്ചത് കേട്ടില്ലേ? ഹലോ ഫ്രണ്ട്സ്, ഞാനങ്ങ് പട്ടണത്തിന്നാ. പട്ടണമോ? അതെന്താ? അതങ്ങ് ദൂരെയാ, നിറയെ വീടും റോഡും ഒക്കെ ഉള്ള ഒരു സ്ഥലം. അങ്ങനെയും ഒരു കാടുണ്ടോ? ഏയ്, അവിടെയെങ്ങും കാടൊന്നുമില്ല. പിന്നെയുള്ളതോ ചൂടും പുകയും മാത്രം. ഞങ്ങൾ നിന്നെ നാട് എവിടെന്ന് അറിയാൻ വന്നതൊന്നുമല്ല. നീ ആരാണെന്ന് പറ. ഞാനോ? കൂട്ടുകാരെ, ഞാനാണ് മിസ്റ്റർ JCB. ഷടാ, ഇത്രയും നാളായിട്ടും ഇങ്ങനൊരു ജീവിയെ പറ്റി ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ. ഒട്ടും കേൾക്കാൻ വഴിയില്ല, കാരണം ഞാനതിന് മൃഗമല്ലല്ലോ. അപ്പൊ നീ പുല്ലല്ലേ തിന്നുന്നത്? ഏയ് അല്ല. പിന്നെ വൈക്കോലാണോ? എനിക്കിതൊന്നും വേണ്ട. എനിക്ക് കുറച്ച് ഡീസൽ കിട്ടിയാ മതി. അതെവിടെ കിട്ടും? അത് പട്ടണത്തിലേ കിട്ടൂ. ഞാൻ അതൊഴിച്ചോടുന്ന ഒരു വാഹനമാണ്. ഈ കാടിനടുത്തുള്ള നദിയിൽ പാലം പണിയാനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. 2 നാൾ കഴിഞ്ഞാൽ ഞാൻ മടങ്ങും. പട്ടണത്തിലെ വാഹനമാണെങ്കിൽ നീ പട്ടണത്തിൽ പോയി കിടക്ക്. ഇത് ഞങ്ങളുടെ കാടാണ്. അതെ അതെ, നീ തിരികെ പോയേ പറ്റൂ. പാവം, അതവിടെ കിടന്നോട്ടെ, നമുക്ക് ഉപദ്രവമില്ലല്ലോ. ഉപദ്രവം ഉണ്ടെങ്കിലും ഇല്ലേലും ഇവനോടൊന്ന് പോയേ പറ്റൂ. എടാ പട്ടണവാസി, പെട്ടെന്ന് നീ കാട് വിട്ടുപോ, അതാ നിനക്ക് നല്ലത്. പിന്നെ ഞാൻ വന്ന പണി തീർത്തിട്ടേ പോകൂ. അയ്യോ, കല്ലറിയല്ലേ, അവനൊരു പാവല്ലേ. ഓടടാ. JCB ചേട്ടൻ ആള് കൊള്ളാലോ. അതെ അതെ, വാ നമുക്ക് ചേട്ടനോട് കളിക്കാം. ഹയ്യടാ ഹയ്യാ, നല്ല രസമുണ്ടല്ലോ അല്ലേ? കുരങ്ങച്ച, നമുക്ക് ചേട്ടനെ ജംബോച്ചെന്ന് വിളിച്ചാലോ? ജംബോച്ചനോ? കൊള്ളാലോ. JCBക്ക് പേര് ഇഷ്ടപ്പെട്ടോ? പിന്നെ അടിപൊളി. ജംബോ